രാജ്യത്തെ മുഴുവൻ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ടേക്ക് ഓഫിന് പിന്നാലെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ഇത് സ്ഥിരീകരിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണം കൂടി പുറത്തുവന്നു. അതാണ് ഒരു ആധികാരിക തെളിവായി ഇപ്പോൾ വരുന്നത്. എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് മറുപടിയും പറയുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, വിമാന ദുരന്തം എങ്ങനെയുണ്ടായി എന്നതിന്റെ കാരണം, അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന ഈ റെക്കോർഡറിലെ വോയിസ് ഉൾപ്പെടെ, ആ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ഈ മേഖലയിലെ വിദഗ്ധർ അപകട കാരണത്തെക്കുറിച്ച് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഈ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം അത് വളരെ ഹ്രസ്വമല്ലേ? ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ വിമാനം തകർന്നു വീണു എന്നാണോ മനസ്സിലാകുന്നത്? എന്തുകൊണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം ഇപ്പോൾ ആയിട്ടുണ്ട്. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിമാനം പറന്നുയരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെയുള്ള, അതായത് വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി ചെയ്ത് പിന്നീട് ഈ റൺവേയിലേക്ക് വന്ന് ടേക്ക് ഓഫ് നടപടികൾ പൂർത്തിയാക്കി പറന്നുയർന്ന് തകർന്ന് വീണതിന് ശേഷം വരെയുള്ള വിശദ വിവരങ്ങൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. 15 പേജുകൾ നീളുന്നതാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതിൽ തന്നെ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി പോയതാണ് വിമാനം തകർന്നു വീഴാൻ കാരണമായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ 15ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് അത് ഓഫായത് മൂലം ഇന്ധനത്തിൻ്റെ എഞ്ചിനേക്കുള്ള ഒഴുക്ക് അത് നിലച്ചുപോയി. പിന്നാലെ വിമാനം താഴേക്ക് വരികയായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഈ വിമാനം 1:37 ജൂൺ 12-ാം തീയതി 1:37 പറന്നുയരുന്നു. ഏകദേശം 200 അടിക്ക് മുകളിലേക്കും എത്തിയതിന് പിന്നാലെ 5 സെക്കൻഡുകൾക്ക് ശേഷമാണ് ആദ്യത്തെ എഞ്ചിനിലേക്കുള്ള ഈ സ്വിച്ച്, എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫാകുന്നത്. അതിന് 1 സെക്കൻഡ് ശേഷം 2ാമത്തെ സ്വിച്ചും ഓഫാകുന്നു. പിന്നാലെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സ്വിച്ചുകൾ ഓഫായ സമയത്താണ് ഒരു പൈലറ്റ് തൻ്റെ സഹ പൈലറ്റിനോട് എന്തുകൊണ്ട് സ്വിച്ചുകൾ ഓഫാക്കി എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതിനും അതിന് അദ്ദേഹം മറുപടി പറയുന്നത് ഞാനല്ല ഇത് ഓഫാക്കിയത് എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്.